പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു വർഷമായിരുന്നു 2025. 2025-ൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 8.2% GDP വളർച്ചയാണ് കൈവരിച്ചത്. നികുതി, തൊഴിൽ നിയമങ്ങൾ, തുറമുഖ നവീകരണം, ആണവോർജം എന്നിങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നടപ്പാക്കിയ നാഴികക്കല്ലായ പരിഷ്കാരങ്ങളുടെ ഫലമായിരുന്നു ഇത്. വിദേശ നിക്ഷേപം, സ്വതന്ത്ര വ്യാപാര കരാറുകൾ, നിയന്ത്രണങ്ങൾ ഒഴിവാക്കൽ എന്നിവയിലൂടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ജീവൻ നൽകാനും ഈ പരിഷ്കാരങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. 2025-ൽ മോദി സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഞാൻ ഗ്രീഷ്മ. 2025-ലെ പ്രധാന പരിഷ്കാരങ്ങളിലൊന്ന് GST പരിഷ്കരണമായിരുന്നു. GST ലഘൂകരണം, നികുതി നിരക്കുകൾ 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളായി നിശ്ചയിച്ചതോടെ വീടുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, കർഷകർ, തൊഴിൽ അധിഷ്ഠിത മേഖലകൾ എന്നിവയുടെ സാമ്പത്തിക ബാധ്യത കുറഞ്ഞു. തർക്കങ്ങൾ കുറയ്ക്കുക, നികുതി പാലനം മെച്ചപ്പെടുത്തുക, ഡിജിറ്റൽ മേൽനോട്ടം ശക്തമാക്കുക എന്നിവയായിരുന്നു ഈ പരിഷ്കരണത്തിന്റെ ലക്ഷ്യം. എന്നാൽ സാമ്പത്തിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ആഡംബര ലഹരി വസ്തുക്കളെ പുതിയ നികുതി ഘടനയ്ക്ക് പുറത്തു നിർത്തി. ഈ മാറ്റം ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഫലമായി ദീപാവലി കാലത്ത് 6.05 ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് വിൽപ്പനയും കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മികച്ച നവരാത്രി വിൽപ്പനയും ഇന്ത്യയിൽ രേഖപ്പെടുത്തി. നികുതി നിരക്കുകൾ കുറച്ചിട്ടും 2026 സാമ്പത്തിക വർഷത്തിലെ GST വരുമാനം ബജറ്റ് എസ്റ്റിമേറ്റുകളെ മറികടക്കുമെന്ന് SBI റിസർച്ച് പ്രവചിക്കുന്നുണ്ട്. സമീപകാലത്തെ കുടുംബ ബജറ്റുകളുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ആദായ നികുതിയിൽ വരുത്തിയ ഇളവുകൾ ഇന്ത്യയിലെ മധ്യവർഗത്തിന് വലിയ മാറ്റങ്ങൾ നൽകി. ചരിത്രത്തിൽ ആദ്യമായി പ്രതിവർഷം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികൾക്ക് ആദായ നികുതി പൂർണ്ണമായും ഒഴിവാക്കി. ഇത് കുടുംബങ്ങൾക്ക് വലിയ ലാഭമുണ്ടാക്കാനും കൂടുതൽ ആത്മവിശ്വാസത്തോടെ നിക്ഷേപിക്കാനും ചിലവഴിക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകി. സുതാര്യവും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായ നികുതി ഭരണത്തിന്റെ പുതിയ യുഗത്തിലേക്കാണ് ഇന്ത്യ പ്രവേശിച്ചത്. ഇന്ത്യയുടെ തൊഴിൽ മേഖലയെ പുതിയ രീതിയിൽ മാറ്റിമറിച്ച വർഷമാണ് 2025. ഛിന്നഭിന്നമായിരുന്ന 29 നിയമങ്ങളെ 4 ആധുനിക കോഡുകളായി ഏകീകരിച്ചതിലൂടെ ബിസിനസ്സുകൾക്ക് കൂടുതൽ വ്യക്തത നൽകാനും തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷിതമായ ഒരു തൊഴിൽ ചട്ടക്കൂട് നൽകാനും സാധിച്ചു. ന്യായമായ വേതനം, വ്യവസായ ബന്ധങ്ങൾ, സാമൂഹിക സുരക്ഷ, സുരക്ഷിതമായ തൊഴിലിടങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരിഷ്കാരങ്ങൾ 64.33 കോടി വരുന്ന തൊഴിലാളികളെ പിന്തുണയ്ക്കാനും സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സഹായിച്ചു. സമ്പദ് വ്യവസ്ഥ വികസിക്കുന്നതിനൊപ്പം തൊഴിലില്ലായ്മ നിരക്ക് കുറയുകയും ചെയ്തു. ബിൽസ് ഓഫ് ലാൻഡിംഗ് 2025, കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ബിൽ 2025, കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ 2025, മെർച്ചന്റ് ഷിപ്പിംഗ് ബിൽ 2025, ഇന്ത്യൻ പോർട്സ് ബിൽ 2025 എന്നിങ്ങനെ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ 5 നിർണായക സമുദ്ര നിയമങ്ങളാണ് പാസാക്കിയത്. 1908, 1925, 1958 വർഷങ്ങളിലെ പഴയ നിയമങ്ങൾക്ക് പകരം വന്ന ഈ പുതിയ നിയമങ്ങൾ ഇന്ത്യയുടെ സമുദ്ര ഭരണ സംവിധാനത്തെ ആധുനികവൽക്കരിക്കുന്നു. ഈ പരിഷ്കാരങ്ങൾ രേഖകൾ തയ്യാറാക്കുന്നത് എളുപ്പമാക്കുകയും തർക്കങ്ങൾ കുറയ്ക്കുകയും തീരദേശ കപ്പൽ ഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ശ്രദ്ധേയമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ വർഷമായിരുന്നു 2025. ക്വാളിറ്റി കൺട്രോൾ ഓർഡറുകളിൽ വരുത്തിയ വിപുലമായ മാറ്റങ്ങളിലൂടെ 76 ഉൽപ്പന്ന വിഭാഗങ്ങളെ നിർബന്ധിത നിബന്ധനകളിൽ നിന്ന് ഒഴിവാക്കി. കൂടാതെ 200-ലധികം ഉൽപ്പന്നങ്ങളെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതായി തെരഞ്ഞെടുത്തു. ഇത് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കരുത്തു പകർന്നു. ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ നിർവചനത്തിൽ വരുത്തിയ പരിഷ്കാരം സംരംഭങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയിരുന്ന ഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു. നിക്ഷേപ പരിധി 2.5 മടങ്ങും വിറ്റുവരവ് പരിധി ഇരട്ടിയുമായാണ് വർദ്ധിച്ചത്. മൈക്രോ എന്റർപ്രൈസസുകളുടെയും നിക്ഷേപ പരിധി 1 കോടിയിൽ നിന്ന് 2.5 കോടിയായും വിറ്റുവരവ് പരിധി 5 കോടിയിൽ നിന്ന് 10 കോടിയായും ഉയർത്തി. ചെറുകിട സംരംഭങ്ങളുടെ നിക്ഷേപ പരിധി 10 കോടിയിൽ നിന്ന് 25 കോടിയായും വിറ്റുവരവ് പരിധി 50 കോടിയിൽ നിന്ന് 100 കോടിയായും വർദ്ധിപ്പിച്ചു. ഇടത്തരം സംരംഭങ്ങളുടെ നിക്ഷേപ പരിധി 50 കോടിയിൽ നിന്ന് 125 കോടിയായും വിറ്റുവരവ് പരിധി 250 കോടിയിൽ നിന്ന് 500 കോടിയായും ഉയർത്തി. MSMEകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും പ്രോത്സാഹനങ്ങളും നഷ്ടപ്പെടാതെ തന്നെ ബിസിനസ് വിപുലീകരിക്കാൻ ഇത് സഹായിക്കും. ഇൻഷുറൻസ് കമ്പനികളിൽ 100% വിദേശ നിക്ഷേപം അനുവദിച്ചുകൊണ്ട് മോദി സർക്കാർ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു.
ഇത് വൻതോതിലുള്ള വിദേശ മൂലധനം ആകർഷിക്കുന്നതിനും മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇൻഷുറൻസ് വിപണിയിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സഹായകമാകും. അടുത്ത 15 വർഷത്തിനുള്ളിൽ $100 ബില്യൺ നിക്ഷേപ വാഗ്ദാനവും സേവന മേഖലയിലും ഹരിത ഊർജ്ജത്തിലും പുതിയ അവസരങ്ങളും ഈ കരാർ നൽകുന്നു. യൂറോപ്യൻ യൂണിയൻ, മെക്സിക്കോ, ഇസ്രായേൽ, കാനഡ, GCC എന്നിവയുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. 25,000 കോടി രൂപയുടെ പുതിയ കയറ്റുമതി പ്രോത്സാഹന പദ്ധതി കൂടി ചേരുന്നതോടെ $1 ട്രില്യൺ കയറ്റുമതി ലക്ഷ്യത്തിലേക്കും ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിലേക്കും ഇന്ത്യ വേഗത്തിൽ അടുക്കും. ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് നിയമങ്ങളെ ഒരൊറ്റ കോഡിന് കീഴിൽ കൊണ്ടുവരുന്നതിനായി സെക്യൂരിറ്റീസ് മാർക്കറ്റ് കോഡ് ബില്ല് അവതരിപ്പിച്ചു. ഇത് ഭരണ മാനദണ്ഡങ്ങൾ ശക്തമാക്കുന്നതിനും ഉപഭോക്തൃ സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനും നിയമപാലന ഭാരം കുറയ്ക്കുന്നതിനും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വിപണിയെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കും. ഗവൺമെന്റും ബിസിനസ് മേഖലയും തമ്മിലുള്ള ബന്ധത്തിൽ ജൻവിശ്വാസ് പരിഷ്കാരങ്ങൾ വലിയ മാറ്റം കൊണ്ടുവന്നു. 200-ലധികം ചെറിയ നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റമല്ലാതാക്കി മാറ്റുകയും കാലഹരണപ്പെട്ട 100 കണക്കിന് നിയമങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. ഉടൻ അവതരിപ്പിക്കാനിരിക്കുന്ന ജൻവിശ്വാസ് 3.0 കൂടി വരുന്നതോടെ ഈ മാറ്റം കൂടുതൽ ആഴത്തിലുള്ള ഘട്ടത്തിലേക്ക് കടക്കും. പാർലമെന്റ് പാസാക്കിയ ശാന്തി ബിൽ ചരിത്രപരമായ ഒന്നായിരുന്നു. ഇന്ത്യയുടെ ആണവ നയം പൂർണ്ണമാക്കാൻ സർക്കാർ ഉടമസ്ഥതയിൽ നിന്ന് മാറി കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ സ്വകാര്യ നിക്ഷേപത്തിന് കൂടുതൽ വഴി തുറക്കുന്ന രീതിയിലേക്ക് മാറുന്നത് ആദ്യമായാണ്. ഇന്ധനചക്രം, സമ്പുഷ്ടീകരണം, ആയുധ മേഖല എന്നിവ സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിലനിർത്തിക്കൊണ്ട് സിവിലിയൻ ആണവ പദ്ധതികളിൽ സ്വകാര്യ വിദേശ പങ്കാളിത്തം ഇത് അനുവദിക്കുന്നു. പൊതുമേഖലയ്ക്ക് മാത്രമായി സാധ്യമാകാത്ത രീതിയിലുള്ള മൂലധനവും സാങ്കേതിക വിദ്യയും ആധുനിക റിയാക്ടറുകളും കൊണ്ടുവരാൻ ഇത് സഹായിക്കും. വികസിത് ഭാരത് ഗ്രാം ബിൽ 2025 തൊഴിലുറപ്പ് ചട്ടക്കൂടിലൂടെ ഗ്രാമീണ വികസനത്തിൽ വലിയ മാറ്റം വരുത്തി. തൊഴിലുറപ്പ് ദിനങ്ങൾ 100-ൽ നിന്ന് 125-ലേക്ക് ഉയർത്തുകയും ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും ഉപജീവനവും മെച്ചപ്പെടുത്തുന്നതിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്തു. തൊഴിലിനെ പ്രാദേശിക വികസന പദ്ധതികളുമായി ബന്ധിപ്പിച്ചും സുതാര്യതയ്ക്കായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചും ഗ്രാമീണ മേഖലയുടെ ദീർഘകാല വളർച്ചയ്ക്കാണ് ഈ പരിഷ്കാരം ലക്ഷ്യമിടുന്നത്. 150 വർഷത്തിലേറെയായി നിലനിന്നിരുന്ന കൊളോണിയൽ നിയമമായ 1860-ലെ ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത 2025 ജനുവരി മുതൽ പൂർണ്ണമായി നിലവിൽ വന്നു. ആദ്യമായി ഡിജിറ്റൽ തെളിവുകളിലേക്ക് നിയമപരമായ അംഗീകാരം നൽകുകയും ഈ FIR വിചാരണകൾ പൂർത്തിയാക്കാൻ കൃത്യമായ സമയപരിധി എന്നിവ നിർബന്ധമാക്കുകയും ചെയ്തു. 2025 ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിൽ നാഴികക്കല്ലായി മാറിയ വർഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നയപരിഷ്കരണങ്ങളും യുവജനശക്തിയും ചേർന്ന് ഇന്ത്യയെ ആഗോള ശ്രദ്ധയുടെ കേന്ദ്രമായി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ലിങ്ക്ഡിൻ ലേഖനത്തിലൂടെയാണ് പ്രധാനമന്ത്രി വിലയിരുത്തൽ പങ്കുവച്ചത്. ഭരണ സംവിധാനങ്ങളെ നവീകരിക്കുകയും നിയമങ്ങൾ ലളിതമാക്കുകയും വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്ന പുതുതലമുറ പരിഷ്കരണങ്ങളാണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം ഇന്ത്യയെ ഇന്ന് പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും കാണുന്നു. നികുതി പരിഷ്കരണങ്ങൾ അടക്കമുള്ള പ്രധാന മാറ്റങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 5%, 18% മാത്രമുള്ള GST ഘടന, കൂടാതെ ആദായ നികുതി നിയമം 2025 എന്നിവ കൊണ്ടുവന്നതോടെ 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി മുക്തി ലഭിച്ചത് ശ്രദ്ധേയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വളർച്ചയുടെ കുതിപ്പിൽ ലോകം തുടർന്നും വിശ്വസ്തത പുലർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.